ഹലോ ഗൈസ്, വെൽക്കം ടു ജുഗി. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ SN24 ചെൽസിയുടെ കരിയർ മോഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SN24 കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു സോക്കർ മാനേജർ ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ഒരു ആൻഡ്രോയിഡ് ആപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെൽസിയുടെ കരിയർ മോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 23 സീസണിൽ അത്ര ഡിസാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു ചെൽസിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ചുഗി കോച്ചായി വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്താ പറയുക ചെൽസിയുടെ പെർഫോമൻസ്, നമുക്ക് കപ്പടിക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സീരീസ് കഴിഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹിയർ വി ഗോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ SN24 ചെൽസി കരിയർ മോഡ്. നമുക്കിവിടെ ചെൽസി സെലക്ട് ചെയ്യാം. പ്രീമിയർ ലീഗ്, ചെൽസി ടേക്ക് കൺട്രോൾ. അപ്പോൾ നമുക്ക് ഗെയിം SN24 കരിയർ മോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗെയിമിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്പോൺസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമുക്കൊരു മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കാം. 1 വർഷത്തെ കോൺട്രാക്റ്റ് മതി. അപ്പോൾ ഫിഫ പ്രോൻ്റെ സ്പോൺസർഷിപ്പും എടുക്കാം, സൈൻ ചെയ്തേക്കാം. അപ്പോൾ ഫിഫ പ്രോ ആയിട്ട് സൈൻ ചെയ്ത സമയത്ത് നമുക്ക് മന്ത്ലി 1.66 ആണ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് മില്യൺ കിട്ടുക. പിന്നെ ടോട്ടൽ 19.9. ഈ സീരീസിലെ എൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ചെൽസിക്ക് 3 സീസൺ കൊണ്ട് ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗ് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. FA കപ്പ് ഒരു ട്രിപ്പിൾ അടിച്ചിട്ട് ഒരു സക്സസ്ഫുൾ സീസൺ ചെൽസിക്ക് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആദ്യം സ്ക്വാഡ് ഡെപ്തും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മളെ ചെൽസിയുടെ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. കീപ്പേഴ്സും മിഡ്ഫീൽഡ് കുറച്ച് ഷോക്കാണ്, പക്ഷേ കീപ്പറും ബാക്കിയൊക്കെ സെറ്റാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദീസ് മാൻ, ദി ഗോട്ട് Nicolas Jackson. ആണ് ഫസ്റ്റ് 11 ആൻഡ് ദ ഫോർമേഷൻ. കുറേ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇതിന് വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെയ്യട്ടെ. മിക്കവാറും നമ്മൾ ഈ ഒരു ഫോർമേഷനായിരിക്കും കളിക്കുക. ക്യാപ്റ്റൻ തിയാഗോ സിൽവ, 38ഓളം വയസ്സായി. പുള്ളിയൊക്കെ ഒരു റീപ്ലേസ്മെൻറ്റ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചുഗി ചെൽസി കോച്ചായതിനു ശേഷം ഫസ്റ്റ് ഗെയിം ഇവിടെ വെച്ചിട്ടുള്ള ഫ്രണ്ട്ലി മാച്ചാണ്. ഫ്രീസ്റ്റൺ നോർത്ത് എൻഡ് എന്ന് പറഞ്ഞ ക്ലബിനോടുള്ള കളി. സ്മോൾ ക്ലബ്ബാണ്, പക്ഷേ നമുക്കിത് സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ. കാരണം എൻ്റെ ഫസ്റ്റ് മാച്ചാണ്. മസ്റ്റായിട്ടൊരു വിന്ന് എനിക്ക് അത്യാവശ്യമാണ്. ടാക്ടിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കൗണ്ടർ അറ്റാക്കിങ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. ക്വിക്ക് മാച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്വിക്ക് പ്ലേ നടക്കാം. എന്താ പറയുക, ഈസി ആയിട്ട് ഞാൻ കരുതും. എന്തെന്നെ ആയാലും ഗെയിം എത്ര സീരിയസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗെയിമായിട്ട് തന്നെ കാണാം. നമ്മുടെ പിള്ളേരിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്കോഡിലും കാര്യത്തിലുണ്ടെങ്കിലും എൻ്റെ ടാക്ടിക്സിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നല്ല രീതിയിലൊരു ലീഡ് കൊണ്ടുവരുമെന്ന് ഉറപ്പ് പറയാൻ തോന്നുന്നു. അയ്യോ, സിൽവ 33-ാം മിനിറ്റിൽ തന്നെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ജാക്സൺ ദി ഗോട്ട്. എൻ്റെ പൊന്നോ, ഞാനൊന്നും പറയാനില്ല. ഒരു കാര്യം ചെയ്യാം, ക്ലബും കാര്യങ്ങളൊക്കെ വെച്ച് ടീമിലൊരു അപ്ഗ്രേഡ് കൊണ്ടുവരാം. ഇതൊന്നും ശരിയാവില്ല. സ്റ്റാമിന മാറ്റേഴ്സ്, ഫോർമേഷൻ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ടി ഒരു സിംഗിൾ സ്ട്രൈക്കർ കളിക്കാൻ തോന്നുന്നു. ഇതിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കൊരു എങ്കോക്കോനെ സിംഗിൾ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ തോന്നുന്നു. ട്രിക്ക് അതിനുശേഷം ഒരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെന്നൈ ടോപ്പ് പ്ലെയറാണ്. ചെൽസിയിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറാണ് ഇപ്പോഴത്തെ. ഓക്കെ, സെക്കൻഡ് ഹാഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഒരു വിജയം. ഗൈസ്, സ്റ്റെർലിംഗ് ഗോൾ കണ്ടെത്തുന്നു. സബ്ബായിട്ട് വന്ന് ഗെയിമിൽ വൻ ചേഞ്ച് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി ജാക്സണാണ് പറ്റിയത്. വെറുതെ എല്ലാ മനുഷ്യനെ ഇങ്ങനെ കളിയാക്കണേ. അപ്പോൾ ഗെയിമിനും ഒരു മാറ്റമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് മാച്ച് ഒരു ഗോൾ ലീഡിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചുഗി ഇവിടെ വന്നത് ഒരു എംപയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു. ഈ സീസൺ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചൂസ് ചെയ്യണം. ഏതായാലും ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള നോക്കുമ്പോൾ ഒന്ന് 2 മില്യൺ 2.75 ഒക്കെ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. പക്ഷേ ടൈറ്റാണ്. അവിടെ ലിവർപൂളുണ്ട്, പിന്നെ ഇൻ്റർ മിലാനുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ചാൻസ് സെക്കൻഡത്തെ നമ്മൾ സ്പാനിഷ് ടൂർ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് ടൂറിന് കൊടുക്കാം ഗൈസ്. അപ്പോൾ അതാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നമുക്കൊരു ഇതും വന്നിട്ടില്ല. നമുക്കൊരു ഒന്നും കൂടി ഈ സീസൺ കുറച്ചും കൂടി അങ്ങോട്ട് സിം ചെയ്യാം. ഒരു ട്രാൻസ്ഫർ ബിഡ് വന്നിട്ടുണ്ട് ഗൈസ്, ആൻഡ് ഇറ്റ്സ് ഫോർ കസ്ലിംഗ്. അപ്പോൾ അയ്യോ, ഒരു സ്മോൾ ഡീലാണ് നമുക്ക് ഞാൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് വിടാം. നമുക്കൊരു ബിഗ് ഫിഷസ് ഒന്നും കുടുങ്ങിയിട്ടില്ല. സോ വി നീഡ് ടു മേക്ക് മണി ഗൈസ്, വി നീഡ് ടു മേക്ക് മണി. നമ്മൾ ഫസ്റ്റ് മാച്ച് അഗൈൻസ്റ്റ് ലിവർപൂൾ ഇവിടെ തിരിയും. ക്ലോപ്പിൻ്റെ മുമ്പിൽ നമ്മളുടെ അവസ്ഥ എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇവിടെ തിരിയും. അപ്പോൾ ഹിയർ വി ഗോ. നമുക്ക് ഇതും ഒരു കാര്യം ചെയ്യാം, ഇതും നമുക്ക് ക്വിക്ക് സിം ചെയ്യാം. ക്വിക്ക് പ്ലേ ഗൈസ്, ക്വിക്ക് പ്ലേ.
ഇതിന് പിന്നെ ഇടക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് നടക്കില്ല. ഓക്കെ, കുക്കു സ്കോർസ് ഇൻ 50 മോനെ. അപ്പോൾ നമ്മൾ ക്ലോപ്പിന് ഒരട്ടി മേലെ കയറിയിട്ടുണ്ട്. ഇറ്റ്സ് എ ട്വിസ്റ്റ് മാൻ. ഞാൻ കുറച്ച് അഹങ്കരിച്ചു, അതിനുള്ള കിട്ടി എനിക്ക്. നമ്മളൊരു ഡ്രോയിൽ കൂടി ലീഡ് എടുത്ത ശേഷം ഡ്രോയിൽ കൂടി പോന്നു ഈ മാച്ചിൽ. ഡിസാസ്റ്റർ ക്ലാസ്. ഒരു ലീഡ് വെറുതെ ഡ്രോപ്പ് ചെയ്തു. ഒരു 3 പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീ സീസണിലെ 3 പോയിൻറ്റ്സ്. ഓക്കെ, ഒരു ബിഡ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഡീൽ മാൻ. 30 മില്യൺ ഡീലാണ്. പക്ഷേ പുള്ളിക്ക് ഒരു താല്പര്യമൊക്കെ 32. അപ്പോൾ നമുക്ക് ഈ ഡീലും കാര്യമൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില്ലുവിൽ വാട്ട്സ് യുവർ ഡിസിഷൻ മാൻ? ഓക്കെ, പുള്ളിയുടെ ഡിസിഷൻ പോലെ ഇരിക്കും നമ്മളെ അടുത്ത സീസൺ, നമ്മുടെ ഈ സീസണിലെ ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ. ഗൈസ്, ഇത് എത്ര നേരം കൊണ്ട് എൻ്റെ ഓഡിയോ കട്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു. സോറി ഫോർ ദാറ്റ്. ഞാനിപ്പോൾ ജാക്സിൻ്റെ കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. സ്റ്റേർലിങ്ങിനെ ഫസ്റ്റ് ഇടുന്നു. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലോട്ട് പോവാം. ആസ് യൂസ്വൽ നമുക്കിതും ക്വിക്ക് പ്ലേ അടിക്കാൻ തോന്നുന്നു. കാരണം സീസണിൽ ഇതൊരു പ്രീ സീസണാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നില്ല. അത്ര ടഫസ്റ്റ് മാച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ്സ് വാച്ച് ഗൈസ്. ഏതായാലും കളി തുടങ്ങി 12 മിനിറ്റുകളിൽ നോ ചേഞ്ചസ്. 56ഓളം പൊസിഷൻ അവരുടെ കയ്യിലാണ്. ദേ ആർ ലീഡിങ് ദി ഗെയിം. എൻ്റെ 6 ഷോട്ടോളം അവരടിച്ചിട്ടുണ്ട്. വി ആർ 0 ഗൈസ് ഓൺ ടാർഗറ്റ് ഷോട്ടിൽ. ഡിസാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണല്ലോ ഈ ഒരു ക്ലബിനെതിരെ നമ്മുടെ ടീം. റേറ്റിങ്ങിലും കാര്യമൊന്നും വലിയ സീനില്ല. പിന്നെ ഗൈസേട്ടാ ഞാൻ ഡിസാസിക്കാരും കൊണ്ടുവരുന്നു. ആൻഡ് കോൾവിലിനെ ഞാൻ DC കൊണ്ടുവരുന്നു. പിന്നെ സ്റ്റേർലിങ്ങിനെ സ്ട്രൈക്കറായിട്ട് കൊണ്ടുവന്നിട്ട് കുക്കുവിന് വരെ മുഡ്രിക്കിനെ കൊണ്ടുവരുന്നു. സോ ദിസ് ചേഞ്ച് എന്തെങ്കിലും മാറ്റി നടത്തുമോ ഞാൻ? പക്ഷേ ഇത്തവണയും ജാക്സൺ ഈ അവസരം കൊടുത്തിട്ടില്ല. ഫ്രോഡ് മാൻ. ഗൈസ്, ദിസ് ഈസ് മീ ഗൈസ്. ദിസ് ഈസ് ചുഗി. കണ്ടോ, ചേഞ്ചുകൾ പെർഫെക്റ്റ് ടൈമിൽ ചേഞ്ച് കൊണ്ടുവന്ന് നമ്മൾ ലീഡ് ഇവിടെ കൊണ്ടുവന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. മുഡ്രിക്കിൻ്റെ 61th മിനിറ്റ് ആൻഡ് ആ ഒരു നാരോ ഗോൾ ലീഡിൽ നമ്മൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. പ്രീ സീസണിലെ 2ാമത്തെ മത്സരം നമ്മൾ അടിച്ച് കയറിയിട്ടുണ്ട് ഗൈസ്. അഗൈൻ നമുക്ക് സാറിൻ്റെ ഗാലഗറിൻ്റെ ഇഞ്ചുറി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്രശ്നമാവുമല്ലോ. ഒരു 8 മില്യൺ ഓഫർ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഞാൻ പിന്നെ വലിയ വിഷം നിൽക്കുന്നില്ല. കാരണം വി നീഡ് മണി ഗൈസ്. ഗാലഗർ ഇപ്പോൾ നിരത്തി വരുന്നുണ്ട്. ഒരു 1 മില്യൺ ഓഫറാണ്. ഇതിന് മേലൊന്നും പുള്ളിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ ക്രൂഷ്യൽ മാച്ച് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഐ ഗോസ് ഫോർ ക്വിക്ക് പ്ലേ മാൻ. വി ഗോ ഗൈസ്. ദി 3rd match of pre-season against Inter Milano. ഗൈസ്, ഫെർണാണ്ടസ്, എൻസോ നമ്മളെ ലീഡ് എടുത്തിട്ടുണ്ട്. ഒരു ഏർലി ഗോൾ ലീഡ് നമുക്ക് എൻസോൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, സ്റ്റേർലിംഗ് ലീഡ് ഉയർത്തുന്നു 2-0 ആൻഡ് വി ആർ നിയറസ്റ്റ് ടു ദി ഫസ്റ്റ് ഹാഫ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിനോട് എടുക്കുകയാണ്. ഇപ്പോൾ 40 മിനിറ്റ്സ് ഓവറായിട്ടുണ്ട്. 2 ഗോൾ ലീഡ് ഉണ്ട്. ഗൈസ്, അബ്സല്യൂട്ട്ലി നമ്മൾ ഈ ഒരു പരിപാടി വർക്കിംഗ് ആയിട്ട് അറ്റാക്കിംഗ് ദി സൂപ്പർബ്. മിഡാണ് കുറച്ച് പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യും, ഇപ്രാവശ്യം മഡ്വാക്കാൻ ഇറക്കിയിട്ട് ഒരു അറ്റാക്കിംഗ് മിഡ് പൊസിഷൻ കളിച്ചിട്ട് ഡിസാസിയെയും എൻസോയെയും ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ നടക്കില്ല അല്ലേ പുള്ളിക്ക്. ഡിഫെൻസീവ് മിഡ് തന്നെ, ബട്ട് പുള്ളി അതൊട്ട് കളിക്കാനുള്ള ഒരു കാര്യം ചെയ്യാം. ഈ ഫോർമേഷൻ ഏത് കോലാണെന്നൊന്നും അറിയില്ല. നമുക്ക് ഈ രീതി കളിക്കാം. മറ്റേ ഹോൾ ദ ബോൾ ടാക്ടിക്സിലേക്ക് മൂവ് ചെയ്യാം. ഒരു ബസ് പാർക്ക് അല്ലെങ്കിലും ഹോൾ ദ ബോൾ ആയിരുന്നു കുറച്ചുകൂടി നല്ല. ബസ് പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് ഇനഫ്. കുക്കുറേയ 61 മിനിറ്റിലൊരു അനാവശ്യ കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. സീനില്ല. ഇറ്റ്സ് 3 ഗൈസ്, 3 സ്റ്റേർലിംഗ്. ഓക്കെ 4. വാട്ട് എ മാച്ച് മാൻ. 4 ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എ ഹാട്രിക്. അപ്പോൾ നമ്മൾ ഈ പ്രീ സീസണിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലിവർപൂളും കാര്യങ്ങളും ഇതുപോലെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ക്രേസി ഗൈസ്. അപ്പോൾ നമ്മളൊരു 3 ഗോളിൻ്റെ ഒരു ഐ തിങ്ക് വി ലോസ്റ്റ് ഇറ്റ്. നോ ഓക്കെ, ഒരു മിനിറ്റ്. പ്രീ സീസണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മൂഞ്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ അവസ്ഥ, അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഒക്കെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന്
പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല ഇനി വേറൊരു ഓഫറും കാര്യങ്ങളൊക്കെ വരുമെന്ന്. സോ നമുക്ക് പറ്റുന്നത്രയും വേഗം ഇക്കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടോപ്പാക്കി എടുക്കാം. നമുക്ക് അന്നും കൂടി നമുക്ക് ടാക്ടിക്സും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. നമുക്ക് എവിടെയൊക്കെയാണ് ഒരു ചേഞ്ച് ആവശ്യം. നമുക്കൊരു സ്ട്രൈക്കർ പൊസിഷനിൽ എൻകുക്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു പ്രോപ്പറായിട്ടൊരു സ്ട്രൈക്കറും കാര്യങ്ങളൊക്കെ വേണം. പോരാത്തതിന് മിഡ്ഫീൽഡ് ആൻഡ് ഡിഫെൻസിലൊരു ബാക്കപ്പ് മതി. ബട്ട് സിൽവക്ക് ഒരു പ്രോപ്പർ നമുക്ക് അടുത്ത സീസണിലേക്ക് സെറ്റ് ചെയ്യാം. മിഡ്ഫീൽഡ് നമുക്കൊരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ, ഒരു ബെസ്റ്റ് MC നമുക്കിവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഒരു വേൾഡ് ക്ലാസ് പ്ലെയറെ മാക്സിമം എത്തിക്കാൻ പറ്റുന്ന ശ്രമിക്കാം. ബഡ്ജറ്റ് പോലെ ഇരിക്കും ഗൈസ്. ഓക്കെ, MC-യിലേക്ക് പോയപ്പോൾ എൻ്റെ ഫസ്റ്റ് കണ്ണ് പോയത് കെവിൻ ദി ബ്രൂയിനിലേക്കാണ്. ഇപ്പോൾ 44 million ആണ്. നമുക്ക് പുള്ളീനെ ഈ ഗെയിമിൽ കുറച്ച് ചീപ്പസ്റ്റ് ആണ് പുള്ളിയുടെ പരിപാടിയൊക്കെ. ലെറ്റ്സ് ഗോ ഫോർ കെവിൻ ദി ബ്രൂയിന ഗൈസ്. കെവിൻ ദി ബ്രൂയിനൊക്കെ നമുക്ക് പോവാം. പുള്ളി വരുമാവോ? കറൻറ്റ് ഇവിടെ നിലവിൽ ഇത്രയും ആൾക്കാർ പുള്ളിക്കുണ്ട്. റിയൽ മാഡ്രിഡ്, ലിവർപൂൾ പോലെയുള്ള വൻപൻ ടീമുകൾ, പൈസ എറിഞ്ഞ് കളിക്കുന്ന ടീമുകൾ മുതൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ബാഴ്സലോണ ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു 46 million നമുക്ക് പറഞ്ഞു നോക്കാം. 45 ആണ് മിനിമം. 46-ലേക്ക് നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. 59 ബ്രോ, നോ മാൻ നോ. 10 million ആണ് സെക്കൻഡിൽ നിന്ന് കൂട്ടി വിളിച്ചിട്ടുള്ളത്. 59 ഐ തിങ്ക് ഞാൻ ഇതില്ലേ കുറച്ച് ബുദ്ധി കഴിച്ചേക്കാം. നമുക്കൊരു 60 million വിളിക്കാം. 64 വരെ ബായം പോയിട്ടുണ്ട്. പിന്നെ ഒരു 10 അടിച്ചാൽ എനിക്ക് പിന്നെ ഫണ്ട് ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ 69 കിട്ടുമോ, 69,500 കിട്ടുമോ നോക്കാം. ബട്ട് ഇതിൽ വർക്കായില്ലെങ്കിൽ സോറി 72 ബ്രോ, നോ വേ 72-നൊന്നും എനിക്ക് ഡി ബ്രൂവിനെ സൈൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബാക്കി സൈനിങ് നടത്തേണ്ടതാണ്. അപ്പം മിഡ്ഫീൽഡിൽ നമുക്ക് വേറെ ആളെ നോക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു മൈൻഡിലത് റൈസാണ്. റൈസ് 54 million ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പ്രശ്നമാണ്. ഒക്കെ പുള്ളിക്ക് വരാനും താല്പര്യമില്ല. അപ്പോൾ അതും നമ്മൾ മടക്കി വെച്ചേക്കാണ്. വേറെ മിഡ്ഫീൽഡ് ഒരു മൈസ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമേനി കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ മീ ബ്രോ. മൗണ്ടിനെ മൗണ്ട്സ് ഒരു നല്ല ഓഫറായിരുന്നു കേട്ടോ. പക്ഷെ പുള്ളിക്കൊന്നും വരാൻ താല്പര്യമില്ല. അപ്പോൾ ഇല്ലാത്തവരൊക്കെ എങ്ങനെ കൊണ്ടുവരാമെന്നാണ് നിങ്ങൾ പറയണേ? ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു സജഷൻ പറ ഏതായാലും മിഡ്ഫീൽഡിലേക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അറ്റാക്കിങ്ങിലേക്കുള്ളൊരു പ്ലെയറിനെ നോക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരു സെക്കൻഡ് എന്ന് വെച്ചാൽ എങ്കൂക്കും ഉണ്ട്. അപ്പോൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ പറ്റിയൊരു സ്ട്രൈക്കറെയാണ് എനിക്ക് ആവശ്യം. സോ ഒരു സെക്കൻഡറി റോളും അത് റൊട്ടേഷൻ റോള് മാത്രമേ എൻ്റെ ടീമിൽ പുള്ളിക്കുണ്ടാവും. അപ്പോൾ അതെനിക്ക് ഓർമ്മ വേണം. നമുക്കൊരു കാര്യം ചെയ്തല്ലോ, വ്ലാഹോവിച്ചിനെ സൈൻ ചെയ്യും കേട്ടോ. വ്ലാഹോവിച്ച് ഗുഡ് പ്ലേ, ഈ സീസണിൽ നൈസ് പ്ലേ ആയിരുന്നു. നോക്കാം, 32 million നമുക്ക് ഫസ്റ്റത്തേക്ക് കൊടുക്കാം. 32 million ആൻഡ് സബ്മിറ്റ് ദ ഡീൽ മാൻ. റിയൽ മാഡ്രിഡ് ഉണ്ട് രംഗത്ത്. റിയൽ മാഡ്രിഡ് ഉണ്ട്, ലിവർപൂൾ ഉണ്ട്, ക്രിസ്റ്റൽ പാലസ് ഉണ്ട്. ബ്രോ കുറച്ച് ടാസ്ക് തന്നെയാണ്. നമുക്കൊരു 37 million കൊടുത്ത് നോക്കാം. ഓക്കെ, റിയൽ മാഡ്രിഡ് ഉണ്ട് 49. ഞാൻ നോക്കുന്നില്ല. 49,500 ലാസ്റ്റ്. ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മൾ നെഗോസിയേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി 134 million വേജ് കഴിക്കണേ. നമുക്കൊരു കാര്യം ചെയ്യാം, 125 കിട്ടുമോ ബ്രോ? ആർ യു ഹാപ്പി? ഈസി ബ്രോ, ഈസി. അപ്പോൾ നെഗോസിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വ്ലാഹോവിച്ച് ഇൻറ്റു അവർ സ്ക്വാഡ്. അപ്പോൾ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള സജഷൻസും നിങ്ങൾ ഡിഫൻസിലേക്കുള്ള ആളുടെ ഒരു ഞാൻ ഡിഫൻസും കൊണ്ട് കാണിച്ചു തരാം. നമുക്കൊരു സെക്കൻഡറി തന്നെയാണ് വേണ്ടത്, പ്രത്യേകിച്ചൊരു ബാക്കപ്പ്. സോ നിങ്ങൾ അതിനും കൂടി ഒരു സജഷൻ കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിഫൻസ് അവൈലബിൾ ആയിട്ടുള്ള. പക്ഷേ നമുക്കൊരു സെക്കൻഡറി ആളെയാണ് ആവശ്യമുള്ളൂ ഈ സീസണിലേക്ക്. അടുത്ത സീസണിലേക്ക് നമുക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് അടിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ്, അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീസണിൻ്റെ ബാക്കി നമ്മളെ പ്രീമിയർ ലീഗിലേക്ക് അടുത്ത ദിവസം നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഗൈസ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ.